ചെല്ലാനം തീരത്ത് രണ്ടാം ഘട്ട പ്രവർത്തികൾക്ക് ഫണ്ട് അനുവദിച്ച സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. തീരത്ത് രണ്ടാം ഘട്ട ടെട്രാപാഡ് കടൽ ഭിത്തി നിർമ്മാണത്തിന് 404 കോടി അനുവദിച്ചു. 2023-ൽ 347 കോടി രൂപ ചെലവിൽ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു. അർച്ചന ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അർച്ചന, എന്തായാലും തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചെല്ലാനം സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ രണ്ടാം ഘട്ട പ്രവർത്തികൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, തീർച്ചയായും വലിയ ആശ്വാസവും സന്തോഷവും എല്ലാം നൽകുന്ന ഒരു വാർത്തയാണ് ചെല്ലാനത്തെ സംബന്ധിച്ച്. കാരണം കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. അതിന് ആദ്യഘട്ടത്തിൽ ആ ദുരിതത്തിന് അറുതി സർക്കാർ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ടാം ഘട്ടത്തിലേക്ക് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിൽ വലിയ സന്തോഷവും ആശ്വാസവും തന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ 6.1 കിലോമീറ്റർ നീളത്തിലാണ് ടെട്രാപോഡ് നിർമ്മിക്കാൻ പോകുന്നത്. 404 കോടിയാണ് ഇതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ 7.3 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ടെട്രാപോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 345-ലധികം കോടി രൂപ ചെലവിട്ടാണ് ആ സമയങ്ങളിൽ ഈ ടെട്രാപോഡ് നിർമ്മിച്ചത്. ഇപ്പോഴത്തെ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ചെല്ലാനത്തിൻ്റെ മുഖം തന്നെ മാറുന്ന രീതിയിലാണ് ഈ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ടെട്രാപോഡ് മാത്രമല്ല, ഒരു വാക്ക് വേ ഉണ്ട്. ഇപ്പോൾ അത് വിനോദസഞ്ചാരികളുടെ ഒരു കേന്ദ്രമായി മാറുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ നിന്നായി ഇപ്പോൾ ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു വികസനം നമ്മൾക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു മഴ വരുമ്പോൾ, ഒരു മഴക്കോള് കാണുമ്പോൾ ആദിയോടെ നിന്നിരുന്ന ഒരു മനുഷ്യനാണ് ചെല്ലാനത്തുകാർ എന്ന് നമ്മളെപ്പോഴും ഓർക്കുന്നതാണ്. വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിച്ച, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇത്തരത്തിൽ മഴക്കാലത്ത് വാർത്തകളിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇപ്പോൾ കണ്ണമാലിയെ സംബന്ധിച്ച്, ചെല്ലാനത്തെ സംബന്ധിച്ച് അത്തരമൊരു പ്രതിസന്ധിയില്ല. ഇന്ന് ചെല്ലാനം ശാന്തമാണ്. ഈ കടൽഭിത്തി നിർമ്മിച്ചതോടുകൂടി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് അവിടുത്തെ മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ആളുകളും ഇങ്ങനെ സമരമുഖത്തൊക്കെ ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അവർക്ക് ആശ്വാസമായത് LDF സർക്കാർ വന്നതിന് ശേഷമാണ്. ആദ്യഘട്ട നിർമ്മാണം കഴിഞ്ഞു. ഇപ്പോഴത്തെ രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കൂടി അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുകയാണ്.